താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? 8, 4√5, 5√3, 2√5. 8 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ, പിന്നെ ഇത് മൂന്നും ഇർറാഷണൽ നമ്പേഴ്സാണ്. അത് റാഷണൽ നമ്പർ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു റാഷണൽ നമ്പറും കൂടിയാണ്. അതായത് p/q ഫോമിൽ എഴുതാം. 8നെ നമുക്ക് 8/1 ഫോമിൽ എഴുതാം. ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റെക്കറിങ്, അതായത് നമ്മളത് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഒരു എൻഡില്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എന്നാൽ അതൊരു പർട്ടിക്കുലർ പാറ്റേണിൽ തന്നെ ആകണം എന്നില്ല. ഇപ്പോൾ 0.999 ഇങ്ങനെ തുടർച്ചയായിട്ട് പോയാൽ നമുക്കറിയാം അത് 9 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെന്നറിയാം. ഇത് അങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്ത് പോകുന്ന പാറ്റേണും അല്ലാതെ പോകുന്നതിനെയാണ് ഇർറാഷണൽ നമ്പേഴ്സ്, അഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നെണ്ണവും അഭിന്നക സംഖ്യകളാണ്, ഇർറാഷണൽ നമ്പേഴ്സ്. ഇനി ഇതിൽ ഏറ്റവും വലുത് 8 എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത്, അപ്പം 8 എന്ന് പറഞ്ഞാൽ 8നെ നമുക്ക് √64 എന്ന് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് 64, 64ൻ്റെ വർഗ്ഗമൂലം. ഇനി 4√5 എന്ന് പറഞ്ഞാൽ ഇതിനെ 4നെ അകത്തേക്ക് ഞാൻ എടുത്താൽ 4 × 5, അതായത് 4 × 4 16 × 5 √80 ആണ് 4√5 എന്ന് പറയുന്നത്. അതുപോലെ 5√3, 5 എന്ന് പറഞ്ഞാൽ എന്താ, 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് അല്ലേ. 5 × 5 25 ഇൻറ്റു ഒരു 3 മാത്രം ഉള്ളപ്പോഴാണ് അത് √3 ആകുന്നത്, അതായത് √75. ഇനി 2√5, അതും 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് 3, അതായത് 2 × 2 × 5 √20. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സിനെ ഇനി എടുത്തെഴുതിയാൽ √64, √80, √75, √20. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇനി √80 തന്നെയായിരിക്കും ഏറ്റവും വലുത്. √80 ഏറ്റവും വലുത്, അത് കഴിഞ്ഞാൽ √75, അതും കഴിഞ്ഞാൽ √64, അതും കഴിഞ്ഞാൽ √20. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സംഖ്യ √80 അഥവാ 4√5. 4√5 ആണിവിടെ ഏറ്റവും വലിയ സംഖ്യ. √80 എന്ന് പറയുമ്പോൾ 8 പോയിൻറ്റ്, √9 ആകുമ്പോൾ അത് 9 ആയി. √81 എന്ന്